എൻ്റെ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് ആദ്യം വാൽ തുറന്ന് വെളിയിൽ പോകുമ്പോഴേ അമ്പലത്തിലെ വിളക്ക്, അമ്പലത്തിലെ പാട്ട് വെച്ചതൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുക. ഇതൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും. എന്നും രാവിലെ എണീറ്റാൽ ഇത് നമുക്ക് കേൾക്കാൻ കഴിയും. നല്ലൊരു ബ്ലെസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും ഡെയിലി കിട്ടുക. നല്ലൊരു ശുദ്ധമായ കാറ്റ്, വായുവൊക്കെ നമ്മൾ ശ്വസിച്ച് നമ്മൾ പീസ്ഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് ആയിരിക്കും ഡെയിലി തുടങ്ങുക. വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. അടിച്ചതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ച് എല്ലാവിടെയും കഴുകി വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുക. അതൊക്കെയാണ് രാവിലത്തെ മെയിൻ പരിപാടികൾ. ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. വൃത്തിയാക്കിയ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചൊവ്വ വെള്ളി കോലം ഇടാറുണ്ട്. ഇന്ന് ഇട്ടിട്ടില്ല. മീനിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീനിൻ്റെ കൂടെ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് പാല് കാച്ചാൻ വേണ്ടി പാലടുപ്പിൽ വെച്ചു. പാല് തിളച്ച് കഴിഞ്ഞു. പാൽ ഓഫ് ചെയ്തിട്ട് അടുത്ത് ടിക്കേഷനിലേക്ക് പോകും. ടിക്കേഷൻ തിളച്ചു. ഞങ്ങളിങ്ങനെയാണ് ചായ ഉണ്ടാക്കുക. രാവിലെ മാത്രം കേട്ടോ. രാവിലെ എപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെയാണ് രാവിലെ ചായ ഇടാറുള്ളത്. ഇങ്ങനെ ഇടുന്നതാണ് അതിൻ്റെ രീതി. വളരെ ടേസ്റ്റായിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത അപ്പൂന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ വേണ്ടി ഉരുളക്കിഴങ്ങ് വറുക്കുകയാണ്. ചീനിച്ചട്ടി ചൂടാകുമ്പോൾ ഇതിൽ എണ്ണ വെച്ചിട്ട് മുളക് പൊടിയും ഉപ്പിട്ടിട്ട് ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കണം. നല്ല രീതിക്ക് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പം നമ്മളത് ഓഫാക്കണം. നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിരിക്കുകയാണ്. ഞാൻ അവന് തൈര് ചോറിൻ്റെ കൂടെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. സ്കൂളിലേക്ക് തൈര് ചോറ് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ ചുടുചോറിൽ തൈരിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ലഞ്ച് ബോക്സിലാക്കി ഉരുളക്കിഴങ്ങും അതുപോലെ ആക്കി കൊടുത്തു. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ലഞ്ച് ബോക്സ് കാലിയായിട്ട് തന്നെ വരുള്ളൂ കേട്ടോ. എൻ്റെ മകൻ മിക്കവാറും കഴിക്കാറുണ്ട്. പിന്നെ ബോട്ടിലിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അവന് സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട സമയമായി. അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സ് എടുത്തേക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവനക്ക് ചോക്കോസ് മതി പറഞ്ഞു. അപ്പോൾ ഞാൻ പാലിൻ്റെ കൂടെ ചോക്കോസ് കലക്കി കൊടുത്തു. അതും കഴിച്ചു അവൻ. ഞാൻ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കുക. അങ്ങനെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിച്ചടിയും ചട്നിയും വെച്ച് കഴിച്ചു. ശേഷം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സാമ്പാറാണ് ഞാൻ ഉച്ചയ്ക്ക് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് അത്യാവശ്യമായിട്ട് അക്ഷയ വരെ പോകാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം റെഡിയാക്കണം. സാമ്പാർ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വേവിച്ചിട്ട് മുളകുപൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് അത് ഞാൻ വെയിലത്ത് കൊണ്ട് ഉണക്കാൻ വെച്ചു. സാമ്പാർ താളിക്കുകയാണ്. ഏടത്തിയമ്മ സാമ്പാർ സ്പെഷ്യലിസ്റ്റാണ്. ഏടത്തിയമ്മ വേണ്ട എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കുക. അങ്ങനെ സാമ്പാറൊക്കെ താളിച്ച ശേഷം കുറച്ച് പയറുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പയറുപ്പേരിക്ക്
സാമ്പാറിൻ്റെ കൂടെ കൂട്ടാൻ പയറുപ്പേരി പപ്പടമാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പയറുപ്പേരി ഇങ്ങനെ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ മെല്ലെ ഭക്ഷണമൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് നടന്നു. ഇന്ന് സ്കൂളിൽ പ്രോഗ്രസ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്ന ദിവസമായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് 5 മിനിറ്റ് മതി നടക്കാൻ. സ്പീഡിൽ നടക്കുകയാണെങ്കിൽ 5 മിനിറ്റ്, സ്ലോ നടക്കുകയാണെങ്കിൽ 10 മിനിറ്റ്. ഞാൻ നടന്നങ്ങനെ കുടയൊക്കെ എടുത്ത് വെയിൽ ഇങ്ങനെ നടന്ന് പോയി സ്കൂളെത്തിയിരിക്കണം. അങ്ങനെ സ്കൂളെത്തി ക്ലാസ്സിലോട്ട് പോയി. മുകളിലാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ് എത്തിയിരിക്കണം. അവിടെ എല്ലാവരും പ്രോഗ്രസ് കാർഡ് ഒപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അവൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും നോക്കി. കുഴപ്പമില്ലാത്ത മാർക്കൊക്കെയാണ്. അവൻ എന്നെ വീഡിയോ എടുക്കണ്ടെന്ന് പറയുകയാണ്. പിന്നെ അവൻ്റെ കൂട്ടുകാരുമൊക്കെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിട്ട് സൈനൊക്കെ ചെയ്ത് മിസ്സിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അവൻ പഠിക്കുന്നത് സെൻറ്റ് സെബാസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ്. ഇതാണ് ഫ്രണ്ട്സ് അവൻ്റെ സ്കൂള്, കണ്ടോളൂ. LKG UKG മുതൽ ഈ സ്കൂളിലാണ് അവൻ പഠിച്ചു വരുന്നത്. 7th വരെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഓട്ടോ കയറി. അവന് നടക്കാൻ വയ്യ, വെയിലത്ത് നടക്കാൻ വയ്യ. ഞങ്ങൾ ഓട്ടോ കയറി അങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. വീടെത്തിയിരിക്കുന്നു. വീടെത്തി കുറച്ച് നേരം റെസ്റ്റിലിരുന്നു. അങ്ങനെ റെസ്റ്റ് ഇരുന്നിട്ട് കുറച്ച് ചേരുമ്പോഴും കിട്ടി. അപ്പോൾ അതും കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു. ബാങ്കിൽ പോകാൻ സമയമായി പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ബാങ്കിൽ പോയി. ഞാനും എൻ്റെ നാത്തൂനും കൂടിയിട്ടാണ് പോയത്. അപ്പോൾ കുടുംബശ്രീൻ്റെ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കേണ്ടതായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഞങ്ങളങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അക്ഷയയിലേക്ക് പോകണം പറഞ്ഞ് സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അക്ഷയ 6 മണി വരെയുള്ള ഒപ്പയ്ക്ക് നമ്മൾ പോയി വരണം പറഞ്ഞിട്ട് അത് സംസാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അക്ഷയ എത്തി. അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നടക്കണത് നല്ലതല്ലേ പറഞ്ഞ് ഞങ്ങളങ്ങനെ നടന്ന് വന്നതാണ്. 10 മിനിറ്റ് മതി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അക്ഷയയിലേക്ക്. അപ്പോൾ ഓട്ടോയിൽ പോകണ്ടല്ലോ, വൈകുന്നേരമായില്ല, വെയിലൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ നടന്ന് പ്രകൃതി ഭംഗി അങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ നടന്നു വന്നു. വീട്ടിലേക്ക് പോകണ ഒരു ഇടവഴിയുണ്ട്, അതിൽ കൂടിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നടന്നു. സമയം പോയത് അറിഞ്ഞില്ല, വേഗം വീടെത്തുകയും ചെയ്തു. ഇതാണ് ആ ഇടവഴി. ഇതിൽ കൂടി ഞങ്ങൾ സാധാരണ മിക്കവാറും പോകാറുള്ളത്. അപ്പോൾ വേഗം എത്തും, ട്രാഫിക്കിൽ പെടില്ല. ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ നമ്മൾ ഒരുപാട് വൈകും. അപ്പോൾ ഈ വഴി പോകും വരവൊക്കെ ഈ വഴി തന്നെയാണ്, അക്ഷയയിലോട്ട് പോകുമ്പോൾ മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പോയി ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ എൻ്റെ നാത്തൂൻ്റെ മകളും ഉണ്ട്, ഏഴത്തമ്മയുണ്ട്, നാത്തൂനും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോയത്. ഞങ്ങളങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞ് പിന്നെ ഒരു ചെടികളെക്കുറിച്ച്, ചെടി കാണുമ്പോൾ ആ ചെടി അതിനുള്ളതാണ്, ഈ ചെടി ഇതിനുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചെടി ആർക്കെങ്കിലും, ഈ പൂവ് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റിൽ ഇട്ടു കേട്ടോ. അതെന്തോ ഒരു പച്ചമരുന്നിന് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഒരു മരത്തിൽ മഞ്ഞ കളർ പൂവും കൂടെ വിരിഞ്ഞ് നിൽക്കുന്നു ഗൈസ്. എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ആ ക്ലിപ്പിങ്സ് അങ്ങനെ എടുത്തു. നേരം സന്ധ്യയായി. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വിളക്ക് വെക്കാൻ പറഞ്ഞു. വിളക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പഠിക്കലാണ്.
അങ്ങനെ പഠിത്തം കഴിഞ്ഞിട്ട് രാത്രിക്ക് ചപ്പാത്തിയും ഉണ്ടാക്കി, വെജിറ്റബിൾ കുറുമയും ഉണ്ടാക്കി. എല്ലാവരും കഴിച്ച് കഴിഞ്ഞു ഗൈസ്. കഴിച്ച് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടായിരുന്നു. ഗ്യാസ് അടുപ്പൊക്കെ അങ്ങനെ ഒന്ന് വൃത്തിയാക്കി കഴുകി തുടച്ചു. ഈ ഡ്യൂട്ടി എനിക്കുള്ളതാണ് കേട്ടോ, ഏറ്റവും ലാസ്റ്റ്. എപ്പോഴും ഇത് എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കി ഇത് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. കഴുകി തുടച്ച് മാവിൻ്റെ ഇതൊക്കെ ഒന്നും പോകുന്നില്ല ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ കഴുകി നല്ല സോപ്പൊക്കെ ഇട്ട് ഉരച്ച് തേച്ച് കഴുകുന്നു. കഴുകിയപ്പോൾ ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ അടുപ്പൊക്കെ തുടച്ച് വൃത്തിയാക്കി കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു. അങ്ങനെ ഉറങ്ങി ഗൈസ്. ഗുഡ് നൈറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.